ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇവിടെ നമ്മൾ പാലും ബ്രെഡും ഉപയോഗിച്ചിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഐസ്ക്രീമിൻ്റെ എക്സാക്ട് ടേസ്റ്റ് അല്ലെങ്കിൽ കൂടിയും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഇവിടെ വൈറ്റ് ബ്രെഡ് ഒരു 4 സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 മാത്രം മതി, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബ്രൗൺ കളറിലുള്ള ആ എഡ്ജസ്, ആ അരികൊക്കെ നമുക്കൊന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ച് മാറ്റാം. ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ 4 വശവും ഇതേപോലെ ആ ബ്രൗൺ പോർഷൻ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതേപോലെ ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നല്ല പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ ഇവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വീറ്റ് കണ്ടൻസ് മിൽക്കും കൂടെ വേണം, 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പോളം നല്ല ഫുൾ ഫാറ്റ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ മിൽക്ക്മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും നമ്മുടെ ഈ ഐസ്ക്രീമിന്. അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരം അനുസരിച്ച് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ മാത്രം. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിസ്ത എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വാനില എസൻസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ 3 മിനിറ്റ് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് ഒരു 3 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ ഇവിടെ കുറച്ച് പിസ്തയും ബദാമും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നമ്മുടെ ഐസ്ക്രീം കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്തൊന്ന് മധുരം നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ടൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഐസ്ക്രീമിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും നല്ല അടച്ചു വയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാക്കിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ മിക്സ് നമുക്ക്, അതായത് ബ്രെഡും പാലും ഒക്കെ ചേർത്തിട്ടുള്ള ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓവർ നൈറ്റ്, അതായത് ഒരു രാത്രി മുഴുവൻ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലാണ് ഇതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഐസ്ക്രീമിൻ്റെ മോൾഡൊന്നും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി. അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ മിക്സ് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓവർനൈറ്റ്, അതായത് രാത്രി മുഴുവൻ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം എന്നിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ തലേ ദിവസം വെച്ചിട്ടുള്ള ഐസ്ക്രീം മോൾഡാണിത്. ഇപ്പോൾ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇളം ചൂട് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ മോൾഡ് നമുക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. 1 മിനിറ്റ് ഒന്നും ആവണ്ട. എന്നിട്ട് നമ്മളതൊന്ന് എടുത്ത് നോക്കുക ശരിയായി വരുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഈ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് പൊക്കി നോക്കുക. കൂടുതൽ നേരം നമ്മൾ വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിട്ട് കിട്ടും, എളുപ്പത്തിൽ തന്നെ നമുക്ക് വിട്ട് കിട്ടും. അങ്ങനെ നമ്മളുടെ ഐസ്ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റീൽ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ വെച്ചതും അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക്
ഒന്ന് ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കും. ഇതുപോലെ ഒന്ന് ഞാൻ മുറിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് പിസ്തയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എക്സാക്ട് ടേസ്റ്റ് അല്ലെങ്കിൽ കൂടിയും നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ്.